വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹാപ്പി ജേണി രശ്മി. എല്ലാവർക്കും 2026 സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ഇടപ്പള്ളി പള്ളി പെരുന്നാളിലേക്ക് സ്വാഗതം. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള പഴയ പള്ളിയിലെ കുർബാന നേരമാണ് ഈ കാണുന്നത്. പെരുന്നാൾ ദിവസം അത്രയേറെ ഭക്തജനങ്ങളാൽ നിറയപ്പെട്ടിട്ടാണ് ഈ പ്രാർത്ഥന ഇവിടെ നടക്കുന്നത്. ഇത് പള്ളിയോട് ചേർന്നുള്ള കിണറാണ്. ഇവിടെ നിന്ന് ആളുകൾ വെള്ളമെടുത്ത് കുടിക്കുകയും തലയിലൊഴിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രോഗശാന്തി ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് ഭക്തജനങ്ങളിലുള്ളത്. പഴയ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗീവർഗീസ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ വലിയ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഞങ്ങളും പുതിയ പള്ളിയുടെ അകത്തേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിരുന്ന ഒരു അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. അവിടെ ആകുമ്പോൾ അത്രയ്ക്കധികം അങ്ങോട്ട് തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങടേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയുടെ വശങ്ങളിലായിട്ട് നേർച്ച കഞ്ഞി കഴിക്കുന്ന ആളുകളെ കാണാൻ പറ്റും. നമുക്കും അതിൽ പങ്കുചേരാം ആവശ്യമാണെങ്കിൽ. ഭക്തജനങ്ങൾ ഇവിടെ നേർച്ചക്കഞ്ഞി കുടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അതായി കാണുന്നത്. പലരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു, ചിലരൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നു. അങ്ങനെ ഈ പെരുന്നാൾ ദിവസങ്ങളിൽ ഇവിടെ എല്ലാ ദിവസവും ഇതുണ്ടായിരിക്കുന്നതാണ്. മെയ് 2-ാം തീയതി ആരംഭിക്കുന്ന പെരുന്നാൾ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പെരുന്നാൾ ദിനങ്ങൾ കഴിഞ്ഞാലും ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം 1 മാസക്കാലത്തോളം ഉണ്ടായിരിക്കും. ആഘോഷങ്ങളും ഈ ആരവങ്ങളും ജനത്തിരക്കും ഒക്കെ 1 മാസത്തോളം ഉണ്ടാവും കേട്ടോ ഇവിടെ. ഇതാണ് പുതിയ പള്ളിയുടെ മുൻഭാഗം. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ അനൗൺസ്മെന്റ് കേട്ടു, നേർച്ചക്കോഴി ലേലം വിളി തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് പണമടച്ച് ലേലം വിളിയിൽ പങ്കുചേരാവുന്നതാണെന്ന്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോയാലോ? വ്യത്യാസത്തേക്ക് കുർബാന, അടിമ, ലതീഞ്ഞ്, വേരെഴുന്നള്ളിക്കൽ വേണ്ടി എന്നിവയ്ക്കുള്ള കൂപ്പണുകൾ പണിയപ്പള്ളിക്ക് മുൻവശം തെക്കുഭാഗത്തായി പ്രത്യേകം നിയോഗിച്ചിരിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. അങ്ങനെ കോഴി നേർച്ചയൊക്കെ കണ്ട്, കോഴി ലേലം വിളി കണ്ടിട്ട് തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ? ചെറുതായിട്ടൊക്കെ വിശക്കുന്നു തുടങ്ങി. ആളുകളൊക്കെ ഇങ്ങനെ ഡ്രിങ്ക്സും സ്നാക്സും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇതൊരെണ്ണം വാങ്ങി കേട്ടോ. കപ്പപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇത് ഇങ്ങനെയൊക്കെ ഉത്സവങ്ങളിൽ മാത്രമല്ലേ കിട്ടാറുള്ളൂ. അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങിച്ചു. വേറെ എന്തെങ്കിലും കുടിക്കണം എന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്നാക്സുകളും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ ഉത്സവപ്പറമ്പിൽ പള്ളിപ്പെരുന്നാളിനൊക്കെ മാത്രം കാണുന്ന വിഭവങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടങ്ങ് പോവാന്ന് കരുതി. പിന്നെ വന്നപ്പോൾ കറിച്ചട്ടികൾ, മൺചട്ടികളുടെ വലിയൊരു ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. അത് ഈ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ഭാഗമാണെന്ന് തന്നെ പറയാം. വർഷങ്ങളായിട്ട് ഇവിടെ വന്നാൽ കിട്ടാത്ത സെലക്ഷൻ ഇല്ല കേട്ടോ. നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിപ്പോവും. അപ്പം ഞാനും വാങ്ങാനുള്ള ഒരു ഒരുക്കത്തിലാണ്.
കുറച്ചൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ എന്തോ മനസ്സിൽ കണ്ടോ അതെന്തായാലും ഇവിടെ കിട്ടും. പിന്നെ കമ്പാരിറ്റീവ്ലി റേറ്റ് ഒരല്പം ഉണ്ടാവും. കാര്യം ഈ ഒരു സ്ഥലത്തിരുന്ന് ഒരു കച്ചവടം ചെയ്യുന്നതല്ലേ. പിന്നെ വെറൈറ്റി കിട്ടും കേട്ടോ, അത് ഉറപ്പാണ്. ഞാൻ ദാ ഈ 2 മൺചട്ടികൾ എടുത്തട്ടോ. ഒരു ഡിഫറെൻ്റ് അല്ലേ, എനിക്കില്ലാത്ത ഷേപ്പും ഡിസൈനൊക്കെയാണ്. അപ്പോൾ ഞാനൊന്ന് എടുത്തേക്കാന്ന് കരുതി. അപ്പോൾ ഇതെടുക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നേർച്ചക്കോഴിയെ പാകപ്പെടുത്തുന്ന ആ ഒരു ഓപ്പൺ എയർ ഗ്രൗണ്ട് ഉണ്ട് അവിടെ, അങ്ങോട്ടേക്കാട്ടോ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള വഴിയാണ് തോരണങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. ഇരുവശങ്ങളിൽ നിറയെ കച്ചവടക്കാരുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ നോക്കി വാങ്ങിക്കാനും പറ്റും. അങ്ങനെ വാങ്ങി പോകാം. അതിനിടയിൽ കരിക്ക് ഷേക്കിൻ്റെ ഒരു സ്റ്റാൾ കണ്ടു. അപ്പോൾ എന്താണെങ്കിലും ആ ദാഹം അങ്ങ് തീർത്തേക്കാം. കരിക്ക് ഷേക്കൊക്കെ കുടിച്ച് ഇത്തിരി ഉഷാറായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ എത്തി കേട്ടോ. എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ എത്തിയാൽ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഉരുളിയൊക്കെയും പിന്നെ കുറേ സാധനങ്ങളും ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസും സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടികളിൽ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നിറങ്ങുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മുന്നിൽ. റെഡ് കളറിലെ ചുവന്ന കളറിലെ തുണി വലിച്ചു കെട്ടിയിരിക്കുന്ന ഫ്ലെക്സ് വലിച്ചു കെട്ടിയിരിക്കുന്നതാണ് അതിൻ്റെ ഗേറ്റ്. അവിടെ നിന്ന് അകത്തേക്ക് വളരെ വിശാലമായ ഒരു ഗ്രൗണ്ട് തന്നെയാണ്. എത്ര പേര് വന്നാലും കോഴിക്കറി വെച്ചിട്ട് പോകാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇതിനകത്തേക്കാണ് നമ്മുടെ ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് ഞാൻ എല്ലാവരെയും വിളിക്കുന്നത്. കാണാത്തവർക്കും വരാൻ പറ്റാത്തവർക്കും ഒക്കെ ഇതൊരു പുതിയ അനുഭവമായിക്കൊള്ളട്ടെ. ഈ പുണ്യഭൂമിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന് സർവശല്യത്തിൽ നിന്നും വാഹന അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മുക്തി നേടുവാൻ നേർച്ച കാഴ്ചകൾ സമർപ്പിച്ച് കോഴി നേർച്ചയിൽ പങ്കെടുക്കുന്ന നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും സൗഹാർദ്ദത്തിലും ഈ കോഴി നേർച്ചയിൽ പങ്കെടുത്ത് വിശുദ്ധ ഗീവർഗീസിന്റെ അനുഗ്രഹം പ്രാപിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പോലീസിന്റെ നിർദ്ദേശാനുസരണം രാത്രി 10 മണി വരെ മാത്രം കോഴി പാചകം ചെയ്യുന്നതിന് പ്രവേശിക്കുകയും 11 മണി വരെ പാചകം അനുവദിക്കുകയുള്ളൂ എന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ പുണ്യഭൂമിയെ മലിനമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പുകവലി, മദ്യപാനം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഇവയൊക്കെ തന്നെ കർശനമായി ഇവിടെ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം വേസ്റ്റുകൾ ഗ്രൗണ്ടിൽ ക്രമീകരിച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നുകളിൽ കൃത്യമായി നിക്ഷേപിച്ച് പരിസര ശുചിത്വം പാലിക്കേണ്ടതാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും വോളണ്ടിയർമാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതാണ്. CCTV ക്യാമറകൾ ഗ്രൗണ്ടിൽ പൂർണ്ണമായി ക്രമീകരിച്ചാലും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഉള്ളതുകൊണ്ട് ഭക്തിസാന്ദ്രമായ എല്ലാവരും ഒത്തുചേർന്ന് ഇവിടെ സംജാതമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പള്ളിയിൽ ലേലം വിളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടായിരുന്നല്ലോ. കോഴിയെ ലേലം വിളിക്കുന്ന നേർച്ചക്കോഴിയെ. ആ നേർച്ചക്കോഴിയെ ലേലം വിളിച്ചെടുത്തിട്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് അറുത്ത് കറി വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൂടാതെ ഓരോ നാടുകളിൽ പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. ഒത്തിരി ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് എല്ലാ വർഷവും. അവരവിടെ വളർത്തുന്ന കോഴിയെ കൊണ്ടുവന്ന് ഇവിടെ അറുത്ത് കറി വയ്ക്കും. പക്ഷെ അതിന് പകരമായി പള്ളിയിൽ അതിൻ്റെതായ ഒരു വില കൽപ്പിച്ച് നേർച്ച ഇടുന്ന രീതിയുണ്ട്. അതിനുശേഷമാണ് ആ കോഴിയെ കൊണ്ടുവന്നിട്ട് മുറിച്ച് കറി വെക്കുന്ന രീതി. അതുകൂടാതെ ലേലത്തിനെടുക്കുന്ന കോഴിയെ നാട്ടിൽ കൊണ്ടുപോയി വളർത്തുന്നവരുമുണ്ട്. വളർത്തിയിട്ട് പിറ്റേ വർഷം അതിനെ കൊണ്ടുവന്ന് ഇതേപോലെ വിഭവമാക്കുന്ന രീതിയുമുണ്ട്. അങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും ചെയ്യാം. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നമ്മൾ പാകം ചെയ്യുന്ന കോഴിക്ക് തുല്യമായ ഒരു തുക നേർച്ചയായി ഇടുക, അല്ലെങ്കിൽ നമ്മളത് ലേലത്തിലെടുക്കുക, ഇല്ലെങ്കിൽ ലേലത്തിലെടുത്ത കോഴിയെ കൊണ്ടുപോയി വളർത്തുക.
എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഭക്തരുടെ ഇഷ്ടത്തിന് ഈ ഒരു ചോയ്സൊക്കെ ഉണ്ട്. ഈ നേർച്ചക്കോഴിയെ ഇവിടെ പാകപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. പണ്ട് കാലങ്ങളിൽ പാടത്തും പറമ്പിലും പുരയിടങ്ങളിലുമൊക്കെ വിഷപ്പാമ്പുകളെ വളരെയധികം ഭയന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കൊക്കെ. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ ഈ ഗീവർഗീസ് സഹദായെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ഇപ്പോഴും അതെ, അപ്പോഴും അതെ. പ്രാർത്ഥനയിലൂടെ നേർച്ചക്കോഴിയെ കൊടുത്ത് പാകപ്പെടുത്തി പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഭയം ഉള്ളിൽ പോലും വേണ്ട എന്നൊരു വിശ്വാസം, ഉറച്ച വിശ്വാസം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നേർച്ചക്കോഴിയെ പാകപ്പെടുത്തി പോകുന്ന ഈ ഒരു കാര്യം ഇന്നും തുടർന്നു പോകുന്നത് ആളുകൾ. അതങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും പിന്നെ ഷെയറും ഹൈപ്പും ഒക്കെ ആയിട്ട് നിങ്ങളങ്ങ് അടിച്ചു പൊളിച്ചോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.